ബിജെപിയുടെ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്തയാണ് വരുന്നത്. വി മുരളീധര പക്ഷത്തെ തഴഞ്ഞു. എം ടി രമേശ്, ശോഭാ സുരേന്ദ്രൻ, എസ് സുരേഷ്, അനൂപ് ആന്റണി എന്നിവർ ജനറൽ സെക്രട്ടറിമാരാകും. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങളുമായി. പ്രശാന്ത്, ഈ 4 പേർ മാത്രമാണോ ജനറൽ സെക്രട്ടറിമാർ? മുരളീധര പക്ഷത്തിന്റെ ആധിപത്യമായിരുന്നല്ലോ കഴിഞ്ഞ 2-3 ടേമായി സംസ്ഥാന BJP-യിൽ ഉണ്ടായിരുന്നു. അതിനു മുൻപ് PK കൃഷ്ണദാസ് പക്ഷമായിരുന്നെങ്കിൽ ആ പക്ഷത്തിലെ നേതാക്കളെല്ലാം തഴയപ്പെട്ട് അല്പകാലം ദീർഘമായി തന്നെ, പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി പദവിയിലേക്കൊക്കെ അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ആളുകൾ തന്നെയായിരുന്നു സംസ്ഥാന BJP എന്നത്. ഇപ്പോൾ മൊത്തം മാറുകയാണോ? കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്തുള്ള ജനറൽ സെക്രട്ടറി MT രമേശ് ഈ പുനഃസംഘടനയിലും ജനറൽ സെക്രട്ടറി തന്നെയാണ്. ഇതിനു പുറമെ ശോഭാ സുരേന്ദ്രൻ, അതുപോലെ പുതുതായി 2 പേർ ജനറൽ സെക്രട്ടറിമാരാകുന്നു. അഡ്വക്കേറ്റ് എസ് സുരേഷും അനൂപ് ആന്റണിയും. അനൂപ് ആന്റണി ഈ പദവിയിലേക്ക്, പ്രധാനപ്പെട്ട പദവിയാണ് BJP-യെ സംബന്ധിച്ച് ജനറൽ സെക്രട്ടറി എന്നത്. അനൂപ് ആന്റണി നമ്മോടൊപ്പം ചേരുകയാണ്. അഭിനന്ദനങ്ങൾ. എന്താണ് പറയാൻ, ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തുക, തെരഞ്ഞെടുപ്പ് വർഷമാണ്, എങ്ങനെ കാണുന്നു ഇത്? തീർച്ചയായിട്ടും ഇതിനെ ഞാനൊരു വലിയൊരു ചുമതലയായിട്ടാണ് കാണുന്നത്. എൻ്റെ പാർട്ടി എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ ചുമതല ഇതൊരു വലിയ ചുമതല തന്നെയാണ്. കാരണം ഒന്ന്, യുവാക്കളുടെ ഒരു പ്രതിനിധി കൂടിയായിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിലും എന്നെ എന്താ പറയുന്നത്, എന്നോടൊപ്പമുള്ള നിരവധി കണക്കിനുള്ള ആയിരക്കണക്കിനുള്ള പ്രവർത്തകരെ സംബന്ധിച്ചാണെന്ന് തോന്നും ഈ ഒരു ചുമതല ഞങ്ങളെ സംബന്ധിച്ച് വരാൻ പോകുന്ന പാർട്ടി അധികാരത്തിലെത്തിക്കുന്നത് വരെയുള്ള ആ ഒരു യാത്രയുടെ തുടക്കമാണ്. നാളെ അമിത്ഷാജി വരുമ്പോഴും ആ യാത്രയുടെ തുടക്കമാണ് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ എനിക്കൊരു വലിയ ചുമതല കിട്ടിയത് ഒരു അനുഗ്രഹമായിട്ട് കരുതുന്നു. എൻ്റെ പാർട്ടിയിലെ എല്ലാ മുതിർന്ന നേതാക്കന്മാരോടും പ്രധാനമന്ത്രിജിയോടും എല്ലാവരോടും നന്ദി പറയുന്നു. ഈ BJP എന്ന പാർട്ടിയിൽ ഓരോ പടി കയറിയാണ് ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് എത്തുന്നത്. ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ പ്രസിഡന്റിനോളം തന്നെ അല്ലെങ്കിൽ പ്രസിഡന്റ് ഒരു വർക്ക് ഫോഴ്സാണ്. അപ്പോൾ പെട്ടെന്ന് ഈ പദവിയിലേക്ക് എത്തുമ്പോൾ സജ്ജമാണോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ ഈ പ്രസ്ഥാനത്ത് വന്നിട്ട് 20 വർഷത്തിൽ മുകളിലായി. പല ചുമതലകളും ഞാൻ വഹിച്ചിട്ടുണ്ട്, ദേശീയ തലത്തിലും സംസ്ഥാനത്തിലും. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഇതിൻ്റെ ഗൗരവവും ഇതിൻ്റെ പ്രാധാന്യവും എല്ലാം നന്നായിട്ട് അറിയുന്ന, ഇതിൻ്റെ ഉത്തരവാദിത്ത ബോധവും എല്ലാം നന്നായിട്ട് അറിയുന്നൊരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെയായിരിക്കും മുമ്പോട്ട് പോവുക. ആ ഗൗരവത്തോട് കൂടെ തന്നെ എടുക്കും. പുതിയ നേതൃത്വത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ വെല്ലുവിളി അല്ലെങ്കിൽ ടാസ്ക് എന്താണ്? ഞങ്ങൾ പറഞ്ഞുള്ളൂ, ഞങ്ങളിതിനെ ഒരു ചലഞ്ചസ് ആയിട്ട് കാണുന്നത് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിരവധി ചലഞ്ചസ് ഉണ്ട് ഞങ്ങളുടെ മുമ്പിൽ. അപ്പോൾ ഓരോ ചലഞ്ചിനെയും ഞങ്ങൾ പക്ഷേ വലിയ രീതിയിൽ തരണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു ജനറൽ സെക്രട്ടറി കൂടിയായ എസ് സുരേഷ് നമുക്കെല്ലാം പരിചിതനാണ്, ടെലിവിഷൻ ചാനൽ ചർച്ചകളിലൊക്കെ സജീവമാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ദൗത്യം, പാർട്ടി ചുമതലയാണ് ജനറൽ സെക്രട്ടറി. പ്രതീക്ഷിച്ചിരുന്നതാണോ? കുറച്ച് നാളുകളായിട്ട് ഈ പേര് കേൾക്കുന്നുണ്ട്, എസ് സുരേഷ് ജനറൽ സെക്രട്ടറി ആകുമെന്നൊക്കെ. ഞാൻ ഒന്നും പ്രതീക്ഷിച്ചല്ല പ്രവർത്തിക്കുന്നത്. സംഘടനയെ ഏൽപ്പിക്കുന്ന ചുമതലകളിൽ കഴിവിൻ്റെ പരമാവധി ഭംഗിയായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കീഴ്വഴക്കം. അത് മുമ്പ് 7 വർഷക്കാലം ജില്ലാ പ്രസിഡൻ്റായിരുന്നു. ആ ജില്ലാ പ്രസിഡൻ്റായിരുന്ന സമയത്ത് കേരളത്തിലെ ലക്ഷക്കണക്കിന് പ്രവർത്തകർക്ക് അഭിമാനം നൽകുന്ന വിധത്തിൽ ആദ്യത്തെ MLA നിയമത്തിൽ ജയിപ്പിക്കാൻ സാധിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 6-ൽ നിന്ന് 35 കൗൺസിലർമാരെ ജയിപ്പിക്കാൻ സാധിച്ചു. ഇപ്പോൾ ആറ്റിങ്ങൽ പാർലമെൻറ്റിൻ്റെ ചാർജായിരുന്നു. വലിയൊരു മുന്നേറ്റം അവിടെ ഉണ്ടായി വി മുരളിയേട്ടന്. അതോടൊപ്പം തന്നെ അതിനു മുമ്പ് ശ്രീ O രാജഗോപാലിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും പരമാവധി പ്രവർത്തകരെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത്, മുഴുവൻ ആൾക്കാരെയും ഒരുമിച്ച് ചേർത്ത് പ്രവർത്തിക്കുന്ന ഒരു കീഴ്വഴക്കം ഉണ്ടാക്കാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. പ്രവർത്തന മികവിനുള്ള അംഗീകാരമായാണ് ഇതിനെ കാണുന്നത് അല്ലേ? അല്ല, ഈ ടീം മുഴുവൻ തന്നെ മെരിറ്റും പെർഫോമൻസിനും പ്രാധാന്യം നൽകുന്ന ഒരു ടീമിനെയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുവാക്കൾ, അതോടൊപ്പം തന്നെ കഴിവ്, അതോടൊപ്പം തന്നെ മികവ്, ഇത് മൂന്നുമാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ ടീമിൻ്റെ മുഖമുദ്ര. അതുകൊണ്ട് ആ ടീമിൽ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് അതൊരു മഹാഭാഗ്യമാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് തലം വരെയുള്ള, ബൂത്ത് തലം വരെയുള്ള പ്രവർത്തകർക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടി ഒരു റോഡ് മാപ്പ് ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ റോഡ് മാപ്പുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വളരെ കോൺഫിഡൻസോടുകൂടി, വളരെ കൺവീനിയൻ്റായിട്ട്, അതോടൊപ്പം തന്നെ കംഫർട്ടബിളായിട്ട് ഉള്ളൊരു പ്രവർത്തനം നടത്താൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. പുനഃസംഘടന കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭാഗം അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടു എന്നുള്ളൊരു വിമർശനം ഉണ്ടാകും. കഴിഞ്ഞ തവണ ജനറൽ സെക്രട്ടറി ആയിരുന്ന 2 പേർ വൈസ് പ്രസിഡന്റായി. ജനറൽ സെക്രട്ടറിമാരാണ് കോർ കമ്മിറ്റിയിൽ വരിക. അങ്ങനെ ഒരു ഒഴിവാക്കപ്പെട്ടു, അല്ലെങ്കിൽ എന്താണ് ഇതിനകത്തൊരു മാനദണ്ഡമാക്കിയത്? ചിലർ ജനറൽ സെക്രട്ടറിമായിരുന്നവർ മാറ്റി നിർത്തപ്പെടുമ്പോൾ അതിനെ എന്തായിട്ട് വ്യാഖ്യാനിക്കും? അല്ല, ഈ പാർട്ടിയുടെ ചുമതലകൾ, ഒരു പ്രവർത്തകനാണ് ആത്യന്തികമായിട്ട് പാർട്ടിയുടെ ഏറ്റവും വലിയൊരു ചുമതല. ഒരു പ്രവർത്തകൻ എന്ന ചുമതലയാണ്. ഈ ചുമതല സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് ഒരു നിശ്ചിത കാലത്തേക്ക് ചാർത്തി തരുന്ന ചുമതലയാണ്. ഞാനും പാർട്ടിയുടെ ലക്ഷക്കണക്കിന് പ്രവർത്തകരും വിശ്വസിക്കുന്നത് പാർട്ടിയുടെ ഒരു പ്രവർത്തകനായിരിക്കുക എന്നതിലാണ് ഏറ്റവും മഹത്വം കാണുന്നത്. അതുകൊണ്ട് ചുമതലകൾ താൽക്കാലികമാണ്.
ഇപ്പോൾ ഇന്ന് 5 വർഷം ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അതിനു മുമ്പ് 7 വർഷം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. അതിനു മുമ്പ് 3 വർഷം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഇന്നിതാ പ്രഖ്യാപിച്ചു.